ഞാൻ വലതുപക്ഷ രാഷ്ട്രീയത്തിന് എഗൻസ്റ്റാണ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും എഗൻസ്റ്റാണ്. പക്ഷെ അത് അവരെ മനുഷ്യരായിട്ട് കാണാതെയോ അവരെ മനുഷ്യരെന്ന നിലയിൽ അവരെ റെസ്പെക്ട് ചെയ്യാതെയോ അല്ല ആ എതിർപ്പുള്ളത്. ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന വലതുപക്ഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന വലതുപക്ഷമാണ്. അതിന് സപ്പോർട്ട് കൊടുക്കാനേ പറ്റില്ല. കാരണം ആ വലതുപക്ഷം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനെ അവരുടേതായ രീതിയിൽ ഹനിക്കുന്നവരാണ് എന്ന് കരുതി, അതാണ് അടുത്ത സെന്റൻസ്, എന്ന് കരുതി റീജിയണൽ ഗവൺമെന്റ്സ് അത് ചെയ്യുന്നില്ല എന്നില്ല. ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന ഗവൺമെന്റ്സ് അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ വലിയ ഹിറ്റാണ്. കമാരസംഭവം എന്നുള്ള സിനിമ ഫ്ലോപ്പാണ്. ടിയ എന്ന് പറയുന്ന സിനിമ ഫ്ലോപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ എന്ത് തന്നെ വിചാരിച്ചാലും ആളുകളാണ് ഡിസൈഡ് ചെയ്യുന്നത് അവരത് കാണണോ വേണ്ടയോ എന്നുള്ളത്. രാഷ്ട്രീയ ഫണ്ടിങ് അല്ലെങ്കിൽ മീഡിയയ്ക്കും ഉണ്ടത് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇത് മീഡിയയുടെ എഡിറ്റോറിയൽ പോളിസിയെയും രാഷ്ട്രീയത്തിലെ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ പോളിസിയെയും എക്കണോമിക് പോളിസിയെയും വരെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഫണ്ടിങ് എന്ന് പറയുന്നത്. നമ്മളൊരു ജനാധിപത്യമാണെന്ന് പറഞ്ഞാലും ഇത് ഇന്ത്യ ഒരു ജനാധിപത്യം അല്ല ശരിക്കും. ഇത് ഓൾമോസ്റ്റ് എ ഫെയിൽഡ് ഡെമോക്രസിയാണ് ഈ ഏരിയയിലൊക്കെ. 1973 ഗരം ഹവ എന്ന് പറയുന്ന സിനിമ കോൺഗ്രസിനെ വിമർശിക്കുന്ന സിനിമയാണ്. അന്ന് അതിന് ഭയങ്കരമായ എതിർപ്പുണ്ടായിരുന്നു. ഖിസ്സ ഖുർസിക്ക എന്ന് പറഞ്ഞ സിനിമ വെളിച്ചം കണ്ടേയില്ല. കേരള സ്റ്റോറീസും കാശ്മീർ ഫയൽസും എന്നൊക്കെ പറയുന്നത് ഭരണപക്ഷത്തിന്റെ വശത്ത് നിന്നുകൊണ്ട് എടുത്ത് ഭരണപക്ഷം കൊടുക്കുന്ന എല്ലാ പുരസ്കാരങ്ങളും നേടുക എന്നുള്ളതിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് നിന്ന് സിനിമയിൽ RSS ശാഖ ഞാൻ കാണിച്ചു. RSS ശാഖ കാണിച്ചപ്പോൾ എങ്ങനെയാണത് ശാഖ സിനിമയാവുന്നത് എന്നുള്ള ചോദ്യമാണ്. ശാഖ കാണിക്കാനേ പാടില്ല എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. കാലാതിവർത്തിയായിട്ട് നിൽക്കേണ്ട, കാലാതീതമായി നിൽക്കേണ്ട കഥാപാത്രങ്ങളാണെന്ന് ഓരോ എഴുത്തുകാരനും ആദ്യമേ തീരുമാനിച്ചിട്ട് ഒരു കഥാസന്ദർഭത്തിലോട്ടും പേനയും കൊണ്ട് പോകാൻ പറ്റില്ല. അവന് പ്രവേശനമേ നിഷിദ്ധമായിരിക്കും അങ്ങനെ പോവുകയാണെങ്കിൽ. മീഡിയ വണ്ണിനൊപ്പം മുരളി ഗോപിയാണെന്നുള്ളത്. സ്വാഗതം. ഇപ്പോൾ മുരളി ഗോപി എഴുതുന്നതാണെങ്കിലും അല്ലെങ്കിൽ അഭിനയിക്കുന്നതാണെങ്കിലും ഒക്കെ ഒരുപാട് സമയം ഇപ്പോൾ രസികന് ശേഷം അടുത്ത സിനിമ ഒന്ന് എഴുതാൻ കുറച്ച് സമയം എടുത്തിരുന്നു. വേഷങ്ങളാണെങ്കിൽ അങ്ങനെ തുടരെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പം സെലക്റ്റീവ് ആണ് എന്നാണ് പൊതുവെ അതിനെ വിലയിരുത്തുന്നത്. അപ്പം ശരിക്കും അങ്ങനെ ഒരു സമയമെടുത്ത് ഒരുപാട് സ്ക്രിപ്റ്റുകൾ വരുന്നതിൽ നിന്ന് വളരെ സമയമെടുത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്നെന്ന് തോന്നുന്ന വേഷങ്ങൾ തന്നെയാണോ തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെ അതാണ് സ്ട്രാറ്റജി എങ്കിൽ ഇപ്പം കനകരാജ്യം അങ്ങനെ ഒരു വേഷം ഓഫർ ചെയ്തത് കൊണ്ടാണോ കനകരാജ്യത്തിന്റെ ഭാഗമാവുന്നത്? അതെ, ആക്ടിങ്ങിൽ വരാറുള്ള ഈ ഗ്യാപ്സിന് കാരണം റൈറ്റിങ്ങിന് കൊടുക്കുന്ന സമയമാണ്. അപ്പം റൈറ്റിങ്ങിന് കൊടുക്കുന്ന സമയത്ത് ഇതുവരെ ഞാൻ ആ സമയങ്ങളിൽ ഞാൻ അഭിനയിക്കാൻ പോകാറില്ല. നറേഷൻസ് ഒരുപാട് കേൾക്കാറുണ്ട് ആക്ടിങ്ങിൻ്റെ. പക്ഷേ എനിക്ക് ഈ പറയുന്ന പോലെ ഒരു ആക്ടിങ്ങിൽ കിട്ടുന്നൊരു ഹൈ എന്ന് പറയുന്നത് വെറൈറ്റി റോൾസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഹൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സെലക്റ്റീവ് അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു സെലക്ടിവിറ്റി കീപ്പ് ചെയ്യാറുണ്ട്. കനകരാജ്യത്തിൽ സാഗർ എന്ന് പറയുമ്പോഴും ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നൊരു ക്യാരക്ടറാണ് ഇതിലെ വേണു എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് തോന്നി. അതാണ് അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം ഈ എഴുത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് രസമുള്ള ഇപ്പോഴും ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ മുരളി ഗോപിയുടെ എഴുത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം വട്ടുജയനാണെങ്കിലും ചേറോയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം സ്റ്റീഫൻ നെടുമ്പള്ളി പോലെയുള്ള കഥാപാത്രങ്ങളാണെങ്കിലൊക്കെ ഇപ്പം ഇവരുടെ ഒക്കെ മീറ്ററുകൾ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഒരു കഥാപാത്രത്തെ നമ്മൾ സൃഷ്ടിക്കുന്ന സമയത്ത് അത് മെമ്മറബിൾ ഓരോ കാലത്തും കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കാലാതീതമായി നിൽക്കുന്ന കഥാപാത്രങ്ങളായിരിക്കണം അതെന്ന് പ്രത്യേകം ആലോചിക്കാറുണ്ടോ? കാലാതിവർത്തിയായിട്ട് നിൽക്കേണ്ട, കാലാതീതമായി നിൽക്കേണ്ട കഥാപാത്രങ്ങളാണെന്ന് ഓരോ എഴുത്തുകാരനും ആദ്യമേ തീരുമാനിച്ചിട്ട് ഒരു കഥാസന്ദർഭത്തിലോട്ടും പേനയും കൊണ്ട് പോകാൻ പറ്റില്ല. അവന് പ്രവേശനമേ നിഷിദ്ധമായിരിക്കും അങ്ങനെ പോവുകയാണെങ്കിൽ. ഞാൻ ഒരിക്കലും അത് ചെയ്യാറില്ല. മനസ്സിലുള്ള കഥാപാത്രങ്ങളുടെ ഒരു നിരയുണ്ട്. ആ നിരയോട് ഞാൻ സത്യസന്ധമായിരിക്കണമെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ആ എഴുതുന്ന സമയത്ത്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും ഇത് എക്കാലവും ആഘോഷിക്കപ്പെടണമെന്നൊന്നും ആലോചിച്ചിട്ട് എഴുതാനേ പറ്റില്ല. അങ്ങനെ ആലോചിച്ചിട്ട് എഴുതിയാൽ അത് എത്തുകയില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ് തിയേറ്ററുകളിലെ
മാസ് പടങ്ങൾക്ക് തിയേറ്റർ, അല്ലാത്ത സിനിമകൾക്ക് OTT എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പോൾ പ്രേമലു ഒക്കെ റിലീസ് ചെയ്തതിനൊക്കെ ശേഷം അങ്ങനെയൊന്നും അല്ല തിയേറ്ററുകൾ വർക്ക് ചെയ്യുന്നത്. ആ രീതിയിലല്ല പ്രേക്ഷകരുടെ ഒരു അവർ അതിനെ ഡിസൈഡ് ചെയ്യുന്നത് അങ്ങനെയല്ല എന്നുള്ള ഇതും വരുന്നുണ്ട്. ഇപ്പോൾ കോവിഡിന് ശേഷമാണ് OTT ബൂം വന്നതിന് ശേഷമാണ് അങ്ങനെ. അപ്പം ഈ സിനിമയുടെ ഡിഫറെൻറ്റ് ഫീൽഡുകളിൽ ഇപ്പോൾ ഈവൻ തീർപ്പിൽ ഒരു പ്രൊഡ്യൂസർ സൈഡിലേക്കും കൂടെ വന്ന സ്ഥിതിക്ക് ഇപ്പോഴത്തെ പ്രേക്ഷകരെ കറക്റ്റായ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവരുന്ന ഘടകം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു കാലത്തും ആർക്കും സാധിക്കില്ല. അത് അതൊരു നമ്മൾ നേരത്തെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന സിനിമ ഇന്നതാണെന്ന് പറഞ്ഞ് അതിന്റെ വാല് പിടിച്ച് പോയാൽ, അങ്ങനെയാണെങ്കിൽ എല്ലാം ഒരുപോലത്തെ സിനിമകളായിരിക്കും. നമുക്ക് ആ ഘടകങ്ങൾ അറിയാമെങ്കിൽ അത് വിഭിന്നമായ അഭിരുചികളുള്ള ആൾക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് തിയേറ്റർ വ്യൂയിങ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒരു റൈറ്ററിനോ ഒരു ഡയറക്ടറിനോ ആക്ടറിനോ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. ഒരു ബേസിക് ട്രെൻഡ് വെച്ചിട്ട് ചെയ്യുന്ന ഒരാളുമല്ല ഞാൻ ട്രെൻഡ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് എന്നിൽ നിന്ന് വരാറുള്ളത് പൊതുവെ. പക്ഷേ ഒരു ഒരു മെയിൻ സ്ട്രീം സിനിമ എഴുതുമ്പോൾ ഇത് രസച്ചരടുകൾ മുറിഞ്ഞു പോകാതെ നോക്കണമെന്ന് ഞാൻ ശാഠ്യമുണ്ടെനിക്ക്. അതല്ലാത്ത സിനിമകളിൽ ഞാനൊരു മെയിൻ സ്ട്രീം റൈറ്ററാണ്, എന്നെ കാണുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഒരു എന്താ പറയുന്നത് ഒരു ആർട്ട് ഹൗസ് ഫിലിമിന്റെ ആളല്ല ഞാൻ. പേഴ്സണൽ സിനിമയുടെ ആളാണെങ്കിൽ പോലും അങ്ങനെ ഒരു അവാർഡ് ഓറിയന്റഡ് ഫിലിം ഫെസ്റ്റിവൽ ആംബിയൻസിൽ വർക്ക് ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇതല്ല എൻ്റെ. ഞാൻ ഫുൾ ഹൗസിലിരുന്ന് എൻ്റെ സിനിമകൾ എല്ലാവരും കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു റൈറ്ററാണ്. സത്യസന്ധമായിട്ട് ഈ രസച്ചരടുകൾ വിട്ടുപോകാതെ, കോണ്ടന്റിനെ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ, എന്നാൽ രസച്ചരടുകൾ വിട്ടുപോകാതെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള റൈറ്ററാണ് ഞാൻ. അതെൻ്റെ എല്ലാ സിനിമകളിലും ഞാനത് എൻ്റെതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് രസിപ്പിക്കുമോ ഇല്ല എന്ന് അപ്പോഴും പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ വലിയ ഹിറ്റാണ്. കമാരസംഭവം എന്നുള്ള സിനിമ ഫ്ലോപ്പാണ്. ടിയ എന്ന് പറയുന്ന സിനിമ ഫ്ലോപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ എന്ത് തന്നെ വിചാരിച്ചാലും ആളുകളാണ് ഡിസൈഡ് ചെയ്യുന്നത് അവരത് കാണണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ കമാരസംഭവം എന്ന് പറഞ്ഞ സിനിമ വർഷം അത് കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തു. ഇപ്പം ഒരു ബേസിക് വേറൊരു ഫോളോയിങ് ഉണ്ട് അതിന്. പക്ഷെ അതൊന്നും ആ സിനിമയെ അത് ഇറങ്ങിയ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ശാഠ്യം പിടിക്കാനും ഒരു റൈറ്ററിന് പറ്റില്ല. ഇത് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എവിടെയായിരുന്നു, ഇങ്ങനൊന്നും കാഴ്ചക്കാരോട് ചോദിക്കാൻ ഒരു റൈറ്ററും പറ്റില്ല. ഞാനത് ഒരിക്കലും ചോദിക്കും. ഇത് പറഞ്ഞതിന് തുടർച്ചയായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാലിബൻ ഇറങ്ങുന്ന സമയത്ത് വാലിബനെതിരെ ഒരു ആക്രമണ സ്വഭാവത്തിലുള്ള കമന്റുകൾ വരണമെന്ന് ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെ പറഞ്ഞു. നമ്മൾ സിനിമയ്ക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം ലഭിക്കുന്ന സമയത്ത്, ഒരു നെഗറ്റീവായിട്ടുള്ള പ്രതികരണം നൽകുന്ന സമയത്ത് ക്രിയേറ്റേഴ്സ് വന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പോൾ നമ്മൾ ആർട്ട് വർക്ക് പൊതുവെ കഴിഞ്ഞാൽ അത് പ്രേക്ഷകൻ്റെയാണ് എന്ന് പറയുമെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ശരിക്കും പിന്നീടുള്ള കാഴ്ചയെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നൊക്കെ കരുതുന്നുണ്ടോ? പിന്നീടൊരു കാഴ്ചയെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഒരു കാഴ്ച ഉണ്ട് ഇപ്പോൾ OTT-യിലൊക്കെ. അപ്പോൾ അത് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ചില സിനിമകൾക്ക് ആവശ്യമാണ്. കാരണം എന്താ പറയണ്ടേ, ആ സിനിമ വന്ന വഴി അതിൻ്റെ ഒറിജിനേഷൻ അതൊരു ഡിഫറെൻറ്റ് ഫിലിം ആണെങ്കിലാണ് ഞാൻ പറയുന്നത്. അതിൽ ഒറിജിനേറ്റ് ചെയ്ത് അത് എവിടെ നിന്നാണ് വരുന്നത്, അതിൻ്റെ സോഴ്സ്. അപ്പോൾ അത് ക്രിറ്റിക്സിന് ഒരിക്കലും ഇപ്പോഴത്തെ ഒരുപാട് ക്രിറ്റിക്സിന് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡയറക്ടർ സംസാരിക്കുന്നതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു കുറ്റപ്പെടുത്തലിൻ്റെ രീതിയിൽ സംസാരിക്കാൻ ഒരു കലാകാരന് പറ്റില്ല. കാരണം ചെയ്ത എല്ലാ വർക്കും ഒരേ രീതിയിൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ശഠിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ചെയ്യുന്ന സിനിമകൾ അതാത് കാലങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടോളണം എന്നൊരു നിയമവുമില്ല. എന്നിരുന്നാലും കുറ്റപ്പെടുത്താത്ത ഒരു എക്സ്പ്ലനേഷൻ സിനിമയെക്കുറിച്ച് കൊടുക്കാനുള്ള അവകാശം ഒരു റൈറ്ററിനും ഡയറക്ടറിനും ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഇനി ഒരു വ്യൂയിങ് ഉണ്ടാവാം. ഇപ്പോൾ OTT-യിലാണെങ്കിലും പിന്നെ നമ്മുടെ ഹോംസിൽ ഒരു വ്യൂയിങ് ഉണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ അറ്റംപ്റ്റ് ചെയ്ത ഒരാളിന് അതിനെക്കുറിച്ചൊരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറ്റപ്പെടുത്തലുകൾ പ്രസക്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
ഇപ്പോൾ നമ്മൾ ലൂസിഫർ സിനിമയിൽ അതിൻ്റെ ഒരു മാസ് സെലിബ്രേഷൻ്റെ ഒപ്പം തന്നെ അതിലുള്ള ചില എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലഹരിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ആ സിനിമ സംസാരിക്കേണ്ട ഒരു എലമെൻ്റാണ്. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഒരു അതുവരെയുള്ള കുറേ കാര്യങ്ങളിൽ മാധ്യമങ്ങളുടെ ഈ ഓണർഷിപ്പ്, അവിടെ പണം എങ്ങനെയാണ് വരുന്നത്, പണം എങ്ങനെയാണ് അവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഡിസൈഡ് ചെയ്യുന്നതെന്നൊന്നും, എഡിറ്റോറിയൽ പോളിസിനെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നതെന്നൊന്നും അധികം അതുവരെ വന്നിരുന്നില്ല. നമ്മൾ ചെറിയ ന്യൂസ് റൂം സെറ്റപ്പും അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ആ ഒരു കണക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിന് ശേഷം പിന്നെ രാഷ്ട്രീയവും ഒക്കെ വരുന്നുണ്ട്. ആ ഒരു കണക്ഷൻ കറക്റ്റ് ആയിരുന്നു ആ പടത്തിൽ ഇങ്ങനെ വരുമ്പോൾ. അപ്പം അതിനുശേഷം ഇപ്പം നമ്മൾ കോവിഡിന് ശേഷം വരികയാണെങ്കിൽ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ലഹരി റിലേറ്റഡ് കുറേ ഇപ്പം നമ്മൾ എല്ലാവരും കേസസ് ഒരുപാട് കാണുന്നുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഈ എന്താ പറയുക അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ടെന്നുള്ളത് വാർത്തകളും വരുന്നുണ്ട്. അല്ലാതെ പോലീസ് കേസുകൾ കാണാം. പിന്നെ മീഡിയയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് മീഡിയ കൺട്രോൾഡ് ആണ്. ഗോദി മീഡിയ ആവുന്നതുകൊണ്ട് അല്ലാതെ മീഡിയ സെൽഫ് സെൻസർഷിപ്പിലേക്കും പോകുന്നതുണ്ട്, അല്ലാത്ത സെൻസർഷിപ്പുകൾ നേരിടുന്നതൊക്കെ ഉണ്ട്. അപ്പം അതിനെയൊക്കെ നീണ്ടകാലം ജേർണലിസ്റ്റ് കൂടി ആയിരുന്ന സ്ഥിതിക്ക് ചോദിക്കുകയാണ്, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ, ലൈക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യാറുണ്ടോ? ഇപ്പം മീഡിയ, ലഹരി അല്ലെങ്കിൽ അതുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ. രാഷ്ട്രീയ ഫണ്ടിങ് അല്ലെങ്കിൽ മീഡിയയ്ക്ക് ഉണ്ടത് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇത് മീഡിയയുടെ എഡിറ്റോറിയൽ പോളിസിയെയും രാഷ്ട്രീയത്തിലെ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ പോളിസിയെയും എക്കണോമിക് പോളിസിയെയും വരെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട്സിന്റെ ഒക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സിനിമയിൽ അടയാളപ്പെടുത്തണം എന്നുണ്ടായിരുന്നു എനിക്ക്. അത് ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ലേ ഫണ്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമ. അതാണ് ലൂസിഫറിന്റെ ബേസിക് ഐഡിയ. പിന്നെ ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് 2 തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ഫണ്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും, അതേസമയം ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യും ഗ്രാസ് റൂട്ട്സിൽ. അപ്പൊ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് എപ്പോഴും ഈ ലൂസിഫറിലൊരു ലൈനുണ്ട്, വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള യുദ്ധമാണ്. നമ്മള് ജനാധിപത്യത്തിൽ എപ്പോഴും കാണുന്നത് അത് തന്നെയാണ്. നമ്മളെ പഠിപ്പിക്കുന്നതും വലിയ തിന്മ ചെറിയ തിന്മ എന്നല്ല, നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് സത്യത്തിൽ ജനാധിപത്യത്തിൽ നമ്മുടെ ചോയ്സ് വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ളതാണ്. നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളെല്ലാം ഇത് വച്ചിട്ടാണ് ഗൈഡ് ചെയ്യപ്പെടുന്നത്. ഈ ചെറിയ തിന്മയുടെ കൂടെ നിൽക്കുന്നു, വലിയ തിന്മ വരാതിരിക്കാൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിലും അജണ്ട ഡ്രിവൺ ആണ്. നമ്മുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ലെസ് ഈവിൾ ആയിട്ടുള്ള ഇതിനെ. ഇപ്പൊ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്സസ് ഫണ്ട് ചെയ്യുന്നതായിരുന്നു അതുവരെ IUF. അതിനുശേഷം ഡ്രഗ് മാഫിയ വരുന്നു എന്ന് പറയുന്നതാണ് അതിലെ കോൺടെസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലൂസിഫറിൽ. ഡ്രഗ് ആൻഡ് ഡയമണ്ട് സ്മഗ്ലിംഗ് നെക്സസ് എന്ന് പറയുന്നത് ലെസർ ഈവിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചോയ്സ് ഇസ് ബിറ്റ്വീൻ ദാറ്റ് ആൻഡ് ദിസ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അതാണ് രാഷ്ട്രീയത്തിലും മീഡിയയിലും ഒക്കെ കണ്ടുവരുന്നൊരു സാധനം. ഇപ്പൊ ലൂസിഫറിൽ തന്നെ ഒരു സ്ഥലത്ത് ഐഡിയലിസം ഇസ് ഡെഡ് എന്ന് തമ്മിൽ സംസാരിക്കുന്നുണ്ട് 2 ജേർണലിസ്റ്റുകൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഐഡിയലിസം ഇസ് ഡെഡ്. അതാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്തിന്റെ മുഖമുദ്ര. ഐഡിയലിസം ഇസ് ഡെഡ്. സോ യു ഹാവ് ടു ടേക്ക് സൈഡ്സ് ഇൻ എ വെരി അൺഫോർച്ചുനേറ്റ് മാനർ. ഇപ്പം ഈ ഒരു സെൽഫ് സെൻസർഷിപ്പിലേക്ക് അത് മീഡിയ ആണെങ്കിലും കലാകാരാണെങ്കിലും ഇപ്പം നമുക്ക് സിനിമയിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇപ്പം ബാനിനെ കുറിച്ചൊക്കെ ഒരു സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് എന്നല്ല, ഒരു ക്രിയേറ്റീവ് വർക്ക് നമ്മൾ ഇറക്കുന്നു. അപ്പോൾ അത് ഇറക്കിയ ശേഷം ഒരു പക്ഷേ അതിന് മുൻപ് ഒരു സെൻസർഷിപ്പ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇറക്കിയ ശേഷം ചിലപ്പോൾ അതല്ലാതെ ചില ഗ്രൂപ്പ്സുകളുടെ ഭാഗത്തുനിന്ന് വരാം, അല്ലാതെ മറ്റിടപെടലുകൾ ഉണ്ടാവാം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും വന്നേക്കാം. അപ്പം എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള ഒരുപാട് എലമെന്റുകൾ നമ്മളൊരു വാചകം എഴുതാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ രൂപപ്പെടുത്താനിരിക്കുമ്പോഴൊക്കെ ഒരു കൺസ്ട്രെയിൻ പോലെ എപ്പോഴെങ്കിലും വർക്ക് ചെയ്യാറുണ്ടോ? നമുക്ക് നമ്മളൊരു ജനാധിപത്യമാണെന്ന് പറഞ്ഞാലും ഇത് ഇന്ത്യ ഒരു ജനാധിപത്യം അല്ല ശരിക്കും. ഇത് ഓൾമോസ്റ്റ് എ ഫെയിൽഡ് ഡെമോക്രസിയാണ് ഈ ഏരിയയിലൊക്കെ. കാരണം കലാകാരന് സത്യത്തിൽ ഒരു നിയന്ത്രണമില്ലാതെ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ല ഇപ്പോൾ. ഇപ്പോഴെന്നല്ല, ഇത് നമ്മുടെ തെറ്റിദ്ധാരണയുണ്ട്. ഈയിടെയാണ് വന്നിരിക്കുന്നത്. അല്ല, ഇത് ഗവൺമെന്റ്സ് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഗവൺമെന്റ്സ് അവർക്ക് അനുകൂലമായിട്ട് ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പൊ പ്രകാശ് ഛായുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ ഈയിടെ കണ്ട. പ്രകാശ് ഛാ രാജ്നീതിയൊക്കെ എടുത്ത ആളാണ്. അപ്പൊ രാജ്നീതി എടുത്ത സമയത്ത് ഇപ്പോഴത്തെ ഭരണമല്ല കേന്ദ്രത്തിൽ. അപ്പൊ അവരുടെ നേതാക്കൾ വന്നിരുന്നിട്ടാണ് ആ സിനിമയില് ഡിനാസ്റ്റിയെ പറയുന്നുണ്ടോ എന്നൊക്കെ പറയുന്നത്, ഈ പൊളിറ്റിക്കൽ ഡിനാസ്റ്റീസിനെ അവര് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയായിരുന്നു, ഇത് അവര് മാറുന്നു, ഒരു സെറ്റ് ഓഫ് നിയമങ്ങൾ മാറുന്നു എന്നേ ഉള്ളൂ, വേറൊരു സെറ്റ് ഓഫ് നിയമങ്ങൾ വരുന്നു.
വലതുപക്ഷത്തിന്റെ പിടിയിലാണ് എക്കാലത്തും രാജ്യം എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ദുരിതം. ഡ്രസ്സപ്പ് ചെയ്ത് വരുന്ന വലതുപക്ഷവും എന്താണ് വേഷം മാറി വരുന്ന വലതുപക്ഷവും വേഷം മാറാതെ വരുന്ന വലതുപക്ഷവും ഇത് തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ വേഷം മാറി വരുന്ന വലതുപക്ഷം അതല്ലാതെ എടുക്കുന്ന നേരിട്ട് തന്നെ അങ്ങനെയാണെന്ന് പറയും. ഇപ്പം ഇത്തരം സമീകരണം അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നാണെന്ന് പറയുന്നത് ഇപ്പോൾ വേഷം മാറാതെ നിൽക്കുന്ന വലതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കലാണെന്നുള്ളൊരു വിമർശനം എപ്പോഴും വരാറുണ്ട്. ഇപ്പം നിങ്ങൾ ഇവരും പൊട്ടയാണ് ഇവർ ലൈക്ക് ഇവരാണ് വലിയ തിന്മ ചെയ്യുന്നത്, പക്ഷെ മറ്റുള്ളവരും ചെയ്യുന്നത് തിന്മയാണെന്നുള്ളൊരു അത്തരത്തിൽ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഒക്കെ കാണുന്നത് ഇപ്പം ഉള്ളൊരു ഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന് വിമർശിക്കപ്പെടുന്ന ഭരണകൂടത്തിനാണ് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക എന്ന് ഉള്ളൊരു നരേറ്റീവ് ഇല്ലേ? അതിന് ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന വലതുപക്ഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന വലതുപക്ഷമാണ്. അതിന് സപ്പോർട്ട് കൊടുക്കാനേ പറ്റില്ല. കാരണം ആ വലതുപക്ഷം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനെ അവരുടേതായ രീതിയിൽ ഹനിക്കുന്നവരാണ് എന്ന് കരുതി, അതാണ് അടുത്ത സെന്റൻസ്, എന്ന് കരുതി റീജിയണൽ ഗവൺമെന്റ്സ് അത് ചെയ്യുന്നില്ല എന്നില്ല. ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന ഗവൺമെന്റ്സ് അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. അവരവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്ന ഗവൺമെന്റ്സും വലതുപക്ഷ ടെൻഡൻസീസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ശക്തിയുള്ള ഏരിയയിൽ, അവർക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിൽ അവർ വലതുപക്ഷമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇത് രണ്ടും കാണേണ്ടി വരും. സെൻസർ ബോർഡിന്റെ ഒരു സെൻസർഷിപ്പിന്റെ സംഭവം അതല്ല, സെൻസർ ബോർഡും സെൻസർഷിപ്പും ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണ്. എന്നാൽ അതിനെ ഇവിടുത്തെ ഇടതുപക്ഷത്തിനെ വിമർശിക്കുന്ന ഒരു സിനിമയാണ് എടുക്കുന്നതെങ്കിൽ ആ സിനിമ പുറത്തു വന്നാൽ അതിനെ പുറത്തു വെച്ചാണ് നേരിടുന്നത്. അപ്പൊ കയ്യിലുള്ള ആയുധങ്ങൾ മാക്സിമം ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും രാഷ്ട്രീയത്തിലുള്ള. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ കലാകാരൻ ഒരു ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ പടം വരുമ്പോൾ എന്തെങ്കിലും ഒരു വിമർശനാത്മകമായ സ്വഭാവം കലയ്ക്ക് എപ്പോഴും ഉണ്ട്. കല എപ്പോഴും പ്രതിപക്ഷത്താണ്, അത് എവിടെയും പ്രതിപക്ഷത്താണ്. അതിപ്പോ ഗവൺമെന്റിന്റെ അനുകൂലമായിട്ട് നിന്ന് അത് കലയല്ല, അത് ആനുകൂല്യം പറ്റുന്ന ഒരു പരിപാടി മാത്രമാണ്. അപ്പൊ ആ വിമർശനം കലയുടെ ഒരു മുഖമുദ്രയായിരിക്കെ കലാകാരൻ രണ്ടു വശത്തും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. അവിടെ ഒറ്റപ്പെടും, ഇവിടെ ഒറ്റപ്പെടും എന്നുള്ളൊരവസ്ഥയാണ്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയാൽ നന്നായിരുന്നോ, ഒരു നോർമൽ എന്റർടൈനർ എടുത്തോ ജീവിച്ചോ എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഗവൺമെന്റ്സ് എല്ലാം. അല്ലാതെ ഇങ്ങോട്ടൊന്നും പറയണ്ട, നിനക്കിഷ്ടമുള്ള ഒരു പ്രേമ നാടകങ്ങളോ അല്ലെങ്കിൽ ഒരു ഹാസ്യ നാടകങ്ങളോ എടുത്ത് ജീവിച്ചോ, ഞങ്ങളൊന്നും പറയില്ല, ഞങ്ങളിലോട്ട് വരണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ചരിത്രം നോക്കുകയാണെങ്കിൽ തുടക്കം മുതൽ തോന്നും. ഇപ്പോൾ ഈ കല പ്രതിപക്ഷത്താണ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് ലൈക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ പ്രൊപ്പഗണ്ട സിനിമകളും കൂടെ കറക്റ്റായി വരുന്ന ഒരു സമയമാണ്. അപ്പം അതിനെങ്ങനെ കാണുന്നത്? ഇപ്പൊ ഗവൺമെന്റ്സ് നേരിട്ടോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ്സിന്റെ പ്രൊപ്പഗണ്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട്. അവർക്ക് അനുകൂലമായിട്ടുള്ള സിനിമകൾ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പം 1973 ഗരം ഹവ എന്ന് പറയുന്ന സിനിമ കോൺഗ്രസിനെ വിമർശിക്കുന്ന സിനിമയാണ്. അന്ന് അതിന് ഭയങ്കരമായ എതിർപ്പുണ്ടായിരുന്നു. ക്രിസ കുർസിക്ക എന്ന് പറഞ്ഞ സിനിമ വെളിച്ചം കണ്ടേയില്ല. 1975 എമർജൻസി ഡിക്ലെയർ ചെയ്ത സമയത്ത് കിഷോർ കുമാറും ദേവാനന്ദും എമർജൻസിക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കിഷോർ കുമാറിന്റെ പാട്ടുകൾ AARൽ കേൾപ്പിക്കരുതെന്നാണ് ഓർഡർ. ദേവാനന്ദന്റെ സിനിമകൾക്ക് റിലീസ് തടയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വളരെ ഓബ്വിയസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കേരള സ്റ്റോറീസോ അല്ലെങ്കിൽ കശ്മീർ ഫയൽസോ പോലെയൊക്കെയുള്ള ഞാൻ പറയാം, കേരള സ്റ്റോറീസും കാശ്മീർ ഫയൽസും എന്നൊക്കെ പറയുന്നത് ഭരണപക്ഷത്തിന്റെ വശത്ത് നിന്നുകൊണ്ട് എടുത്ത് ഭരണപക്ഷം കൊടുക്കുന്ന എല്ലാ പുരസ്കാരങ്ങളും നേടുക എന്നുള്ളതിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ അതിനു വേണ്ടി ചെയ്യുന്ന സിനിമ കലാകാരന്മാരെ ഉണ്ടാവും. അത് അവിടെ ചെയ്യും, ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യും. ഇവിടുത്തെ ഐഡിയാസിന് അനുകൂലമായിട്ട് ഒരു ഭയങ്കരമായൊരു എന്താണ് പ്രൈസ് ചെയ്യുന്ന പീൻസ് എന്ന് പറയും, അത് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ പുരസ്കാരങ്ങൾ കൊയ്യുക, അവിടുത്തെ പുരസ്കാരങ്ങൾ കൊയ്യുക, ഇഷ്ടമുള്ള ആൾക്കാർക്ക് എല്ലാം വിധിച്ചു കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയിലോട്ട് പോകുന്ന കുറച്ച് പേരുണ്ട്. എല്ലാവരും അങ്ങനെ അല്ല. അപ്പൊ അങ്ങനെ അത് എല്ലാ കാലത്തും ഉണ്ട്. ഈ പ്രീണനം എന്ന് പറയുന്ന സാധനം, ഭരണ പ്രീണനം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ ചെയ്യുന്നവർ നിലനിൽക്കുന്നവരും ഉണ്ട്. അത് കുറച്ച് ടഫായിട്ടുള്ള നിലനിൽപ്പാണ് അത്, അത്രേ ഉള്ളൂ. ഇപ്പം മുരളി ഗോപിക്ക് ഇപ്പം ആദ്യത്തെ കുറച്ച് സമയങ്ങളിലൊക്കെ ഈ
അതിനുള്ള മറുപടികൾ പലതവണ കൊടുത്തിട്ടുണ്ട്. എന്നാലും RSSന്റെ ചില ഇമേജസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ശാഖയുടെ ഇത് ഐ മീൻ അത്തരം വിഷ്വൽസ് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമയത്ത് വിമർശനം ഉണ്ടായിരുന്നു. പിന്നെ പല സിനിമകളിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചില അംശങ്ങൾ വരുന്നു എന്നൊക്കെ. പക്ഷെ അതിനൊക്കെ എതിരായിട്ട് ഞാൻ വലതുപക്ഷത്തിനെതിരാണെന്ന് പലതവണ അത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ടായിരിക്കും അത്തരം വിമർശനങ്ങൾ വന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഒരു ഇമേജ് കണ്ടതുകൊണ്ട് ഉണ്ടായ ബേസിക്കലി ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. അതായത് അസഹിഷ്ണുതയ്ക്കെതിരായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാർ വരെ അസഹിഷ്ണുക്കളാണെന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിന്ന് സിനിമയിൽ RSS ശാഖ ഞാൻ കാണിച്ചു. RSS ശാഖ കാണിച്ചപ്പോൾ എങ്ങനെയാണത് ശാഖ സിനിമയാവുന്നത് എന്നുള്ള ചോദ്യമാണ്. ശാഖ കാണിക്കാനേ പാടില്ല എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഞാനൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളൊരു സാധനം, ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്, ഇത് എന്തുകൊണ്ടാണ് ഇതിൽ ഭയങ്കര ഇത് ഒരു സ്ലൈസാണ്. ഇതിനെ അഡ്രസ് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് ഇത് ശക്തി പ്രാപിക്കുന്നത്. കാണിക്കേണ്ട അപ്പോൾ അന്ന് ഭയങ്കരമായ എതിർപ്പ് വന്നു. അത് കാണിച്ചതിന് ശേഷം അത് കാണിച്ചു ഞാൻ പറയും ഞാൻ കാണിക്കും, ഇനിയും കാണിക്കും. അത് അവരെ മാറ്റി നിർത്തുകയോ അവരെ ഒരു മനുഷ്യരായിട്ടേ കണക്കാക്കാതെയോ അല്ല വിമർശിക്കേണ്ടത്. ആദ്യം മനുഷ്യരായിട്ട് കണക്കാക്കണം, എന്നിട്ട് വേണം വിമർശിക്കാൻ. ഇത് പ്യൂർലി ഗാന്ധിയനായിട്ടുള്ള ഐഡിയ ആണ് ഞാൻ ഈ പറയുന്നത്. എതിരുണ്ട് എനിക്ക്. ഞാൻ വലതുപക്ഷ രാഷ്ട്രീയത്തിന് എഗൻസ്റ്റ് ആണ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും എഗൻസ്റ്റ് ആണ്. പക്ഷെ അത് അവരെ മനുഷ്യരായിട്ട് കാണാതെയോ അവരെ മനുഷ്യരെന്ന നിലയിൽ അവരെ റെസ്പെക്ട് ചെയ്യാതെയോ അല്ല ആ എതിർപ്പുള്ളത്. അത് റെസ്പെക്ട് ചെയ്തതിന് ശേഷമാണ് ആ എതിർപ്പുള്ളത്. റെസ്പെക്ട് ചെയ്യാൻ പാടില്ല, റെഡിക്യൂൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ലോക ചരിത്രം മനസ്സിലാക്കാത്തവരാണ് അത് ചെയ്യുന്നത്. കാരണം റെഡിക്യൂളിൽ നിന്ന് ശക്തി പ്രാപിക്കുന്ന, ചിരിക്കപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ അവരെ നോക്കി എത്രത്തോളം അട്ടഹസിക്കുന്നോ, അട്ടഹാസത്തിന്റെ ഒച്ച എത്ര കൂടുന്നോ അത്രയും ശക്തി കൂടും. ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് വലതുപക്ഷ ശക്തികൾ. ലോകത്തെവിടെയും അത് ഏത് ചരിത്രം നോക്കിയാലും, ഇപ്പം നാസി ചരിത്രം നോക്കിയാലും ഫാസിസത്തിന്റെ ചരിത്രം നോക്കിയാലും സ്റ്റാലിനിസം നോക്കിയാലും ഒക്കെ നമുക്ക് മനസ്സിലാവും ഈ വലതുപക്ഷ ശക്തികൾ ഉയരുന്നത് റെഡിക്യൂളിൽ നിന്നും, അട്ടഹാസങ്ങളിൽ നിന്നും, വെറുപ്പിൽ നിന്നും ഊർജം എടുത്തുകൊണ്ടാണ്. അപ്പൊ അതാണ് അത് ചെയ്യാൻ പാടില്ലാത്തത്. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ഞാൻ ഇവിടെ എനിക്ക് നിലനിൽക്കണമെങ്കിൽ, ഇവിടുത്തെ സോക്കോൾഡ് ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ട് വേണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ, അത് കാണിക്കാതിരുന്നേ പറ്റൂ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അത് അങ്ങനെ ആ ഒരു വഴിയിലേക്ക് പോകില്ല. ഇപ്പോൾ ഈ ചരിത്രം എന്നുള്ളൊരു വാക്ക് പലതവണ ആവർത്തിച്ചുകൊണ്ടും കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ കമ്മാര സംഭവത്തിലാണെങ്കിലും അതിൽ വേറൊരു, ഇപ്പം നമ്മൾ കേട്ട ചരിത്രങ്ങളായിരിക്കില്ല ഒരു പക്ഷേ സത്യം, അതിന് കംപ്ലീറ്റ്ലി വേറെ ആയിരിക്കാം എന്നുള്ളവരുണ്ട്. ഇപ്പോൾ തീർപ്പ് എന്ന് പറയുന്ന സിനിമയിലാണെങ്കിലും അവരൊരു മ്യൂസിയം സെറ്റ് ചെയ്യുന്നത്, അതിനകത്ത് തന്നെ ഈ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ അവർ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ചരിത്രം വളരെ ഫാസിനേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. ചരിത്രം ആവർത്തിക്കപ്പെടുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഫാസിനേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇപ്പൊ തീർപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ തീർപ്പ് ഒരു ആന്റി റൈറ്റ് വിങ് ഫിലിമാണ്. അതെ, അതിനകത്ത് അലഗറിയാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചില്ല, ഒരു സിനിമയ്ക്ക് ശേഷം സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? തീർപ്പിനെ പോലുള്ള സിനിമകൾക്ക് അത് ആവശ്യമാണ്. എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു അലഗറിയാണ്, പൊളിറ്റിക്കൽ അലഗറിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. അത് ഇങ്ങനെ ഒന്ന് കണ്ടു നോക്കൂ എന്ന് വളരെ വിനയപുരസരമേ പറയാൻ പറ്റൂ. ക്രിട്ടിക്കലായിട്ടൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കാണാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് എന്തേ ഒരു റൈറ്ററിന് പറയാൻ പറ്റൂ. അല്ലാതെ അതൊന്നും വിവരമില്ലായ്മയാണെന്നൊന്നും ഒരിക്കലും ആ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സംഭവങ്ങളും ഹിസ്റ്ററിയും ഒക്കെ കൂട്ടിയിണക്കിയാണ് നമ്മളൊരു ആർട്ടിനെ അഡ്രസ്സ് ചെയ്യുന്നത്, നമ്മളൊരു ആർട്ട് വർക്കിലേക്ക് കയറുന്നത്. ഇപ്പോൾ ഈ അലിഗറി യൂസ് ചെയ്ത് അതിനകത്ത് കൃത്യമായിട്ട് ഈ ബാബരി മസ്ജിദിനെ പറ്റിയിട്ട്, അപ്പോൾ ആ ഒരു വീട്, അതിനകത്തുള്ള ഒരു വീടും അപ്പോൾ കാണുന്ന സമയത്തെ നമുക്കത് മനസ്സിലാവും അത് എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിച്ച് വരുന്നത് എന്നുള്ളൊരു കാര്യം. ഇപ്പം ഈ അടുത്തിപ്പം അയോധ്യയിലെ രാമക്ഷേത്രം വന്നതിന് ശേഷം ഈ പുനർവായനകൾ എല്ലാം നടക്കുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലെ ഇപ്പം അയോധ്യയിലെ രാമക്ഷേത്രം വന്നതിന് ശേഷം അതിനെ സിനിമാ ലോകം പോട്ടെ മൊത്തത്തിൽ അതിനെങ്ങനെയാണ് ഇപ്പോൾ പണ്ട് മാധ്യമങ്ങൾ എന്തായിരുന്നു ബാബരി മസ്ജിദിൻ തകർത്തപ്പോൾ കൊടുത്ത തലക്കെട്ട്, ഇന്ന് മാധ്യമങ്ങൾ എന്താണ് കൊടുക്കുന്ന തലക്കെട്ട്, അന്ന് സിനിമയിലുള്ള കുറെ കാര്യങ്ങൾ അതൊക്കെ ചർച്ച, അതൊക്കെയും ശ്രദ്ധിച്ചിരുന്നു. എങ്ങനെയാണ് അത്? ഭരണത്തിലുള്ളവർക്ക് അടിമകളാണ് പൊതുവെ ഒപ്പീനിയൻ മേക്കേഴ്സ്. അതിന്റെ റിസൾട്ടാണ്. അന്ന് ഭരണത്തിലുള്ളവർ വേറെ ആയിരുന്നു, അന്ന് അവരുടെ കൂടെ നിന്നില്ല, അവരുടെ കൂടെ നിന്നു. ഇന്ന് ഭരണം മാറി, അതേ ആളുകൾ തിരിഞ്ഞ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇത് മീഡിയയിലൊക്കെ ഉണ്ട്. ഇപ്പൊ ബാബരി മസ്ജിദിന്റെ ഒരു പരാമർശിച്ചിട്ട് വരുന്ന ഒരു സിനിമ, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു സിനിമ
ഇനി സാധ്യമാവുമെന്നൊക്കെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ എടുക്കണമെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, കാരണം അത്തരം ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നതെന്നൊക്കെ കരുതുന്നുണ്ട്. അത്തരത്തിലുള്ള സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത്. നമുക്കത് പറയാൻ വളരെയധികം കഷ്ടപ്പെടും. ഇതൊരു സോഫ്റ്റ് ടാർഗറ്റ് ആണ് ഫിലിംസ് എന്ന് പറയുന്നത്, ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആർട്ടിസ്റ്റ് സോഫ്റ്റ് ടാർഗറ്റ് ആയിരിക്കുമ്പോൾ തന്നെ അവർക്ക് വ്യക്തിപരമായ അറ്റാക്സ് വരുന്നത് കൊണ്ട് തന്നെ അതിപ്പോ ഒരു കേസിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. വിമർശനം എന്ന് പറയുന്നത് രാഷ്ട്രീയ എഗെയിൻ ഞാനത് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാരണം അതാണ്. രാഷ്ട്രീയ വിമർശനം കൈക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ സോഫ്റ്റ് ടാർഗറ്റ്സ് ആയിരിക്കുമ്പോൾ ആർട്ടിസ്റ്റ് റെസ്പോണ്ട് ചെയ്യില്ല. കാരണം അവർക്ക് അവരുടെ ഫൈനലി പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. പറയാനും പറ്റാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും? തോക്ക് കാണിച്ചിട്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റും? ഇല്ലല്ലോ. നമ്മുടെ എല്ലാ സ്ഥലത്തും റൈറ്റ് വിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അടച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒരു തെറ്റുമാണ്. അവരുടെ റൈറ്റ് വിങ് ടെൻഡൻസീസിനാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റൈറ്റ് വിങ് ടെൻഡൻസി കാണിക്കുന്ന എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യേണ്ടി വരും. എന്നാലേ അത് ലിസൺ ചെയ്യപ്പെടും. നമ്മൾ പറയുന്ന ക്രിറ്റിസിസം ആളുകൾ ലിസൺ ചെയ്യണമെങ്കിൽ ഇമ്പാർഷ്യൽ ക്രിറ്റിസിസം ആയിരിക്കണം. ഈ ഇമ്പാർഷ്യൽ ക്രിറ്റിസിസം ഇപ്പോൾ സാധ്യമല്ല, അത് നടക്കുന്നില്ല. ഓരോ ചേരി തിരിഞ്ഞുള്ള അറ്റാക്സ് മാത്രമേ ഇപ്പോൾ നടക്കുന്നത്. ചേരി തിരിവില്ലാതെ ചെയ്താലേ ഈ കറക്ഷൻസ് പോസിബിൾ ആയിട്ട് വരുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, റെസ്പെക്ട് ബിഫോർ ക്രിറ്റിസൈസിങ്. ഇനി അങ്ങനെ ഒരു ഇതിപ്പം ലോകത്തെ നമ്മൾ ഒരുപാട് ചരിത്രങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഈ പവറുള്ള ഒരു ഗ്രൂപ്പ് ഇരിക്കുന്ന സമയത്ത് അത്തരം ക്രിറ്റിസിസം നടക്കാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇപ്പം പറഞ്ഞു വരുന്നത് ഏതൊരു തരത്തിലുള്ള ക്രിറ്റിസിസവും സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ടുണ്ട് എല്ലായിടത്തും, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഓക്കെ, അസഹിഷ്ണുതയെ പറ്റി സംസാരിക്കുന്നവർ വരെ വളരെ ഇൻടോളറന്റ് ആവുമെന്ന് നേരത്തെ പറഞ്ഞു. ടോളറൻസിനെ കുറിച്ച് സംസാരിക്കുന്നവർ വളരെ ഇൻടോളറന്റ് ആയിട്ടുള്ള ഒരു കാലമാണ്. ഓക്കെ, അപ്പൊ അതിനിപ്പോ എങ്ങനെയായിരിക്കും ഒരു മാറ്റം വരും? കാരണം ഇതിന്റെ ഒരു എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നത് ഒരു ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കുമല്ലോ, ഒന്നും പറയാൻ പറ്റാത്ത. ലോകമെമ്പാടും ഇത് ഇങ്ങനെ ശക്തികൾ വളരെയാണ്. അത് 100 വർഷത്തിലൊരിക്കൽ അങ്ങനെ ഒരു ഇവന്റ് ഉണ്ട്. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം 1800s നടുക്ക്, 1950s വാറിന്റെ സമയം. അപ്പൊ അടുത്ത കറക്ഷനിലോട്ട് വേൾഡ് പോവാണ് സത്യത്തിൽ. അപ്പൊ ഇതെല്ലാം കൂടും. ഇതിന് നമ്മൾ വാച്ച് ചെയ്യാനേ പറ്റുള്ളൂ, ഒബ്സർവ് ചെയ്യാനേ പറ്റുള്ളൂ, ഇത് എങ്ങനെ വരും എന്നുള്ളത്. കാരണം എല്ലാ രീതിയിലും ഈ ദേശീയവാദം അല്ലെങ്കിൽ ഭീകരവാദം അല്ലെങ്കിൽ വിഘടനവാദം എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാം പല രീതിയിൽ പല സെക്ടേഴ്സിൽ നിന്ന്, ഇത് ഒരാളിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു ഫോഴ്സിനെ കുറിച്ച് മാത്രമല്ല, എല്ലാ ഫോഴ്സസും തീവ്രവാദപരമായി മാറിക്കൊണ്ടിരിക്കുന്ന. ഈവൻ ടോളറൻസ് പറയുന്നവർ പോലും അതിന്റെ എക്സ്ട്രീമിസത്തിലോട്ട് പോവുകയും ഈ കറക്ഷൻസ് പറയുന്നതിലും അങ്ങനെ ഒരു എല്ലാവരും മിലിറ്റന്റ് ആണ്. അപ്പൊ എല്ലാവരും മിലിറ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ക്ലാഷ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഞാൻ അതാ ചോദിച്ചത്, അങ്ങനെ ഫുൾ ടൈം ക്ലാഷ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ ഇതൊന്നൊരു ഫൈനൽ ക്ലാഷിലോട്ടാണ് പോകുന്നത് എല്ലാ രീതിയിലും. ഓക്കെ, നമ്മൾ ഇതിനെ പറ്റി സംസാരിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ബാക്കി ഒരു കൈവച്ചിട്ടുള്ള മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ജേർണലിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് സ്പോർട്സിൻ്റെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലെത്തുമ്പോൾ സ്ക്രീൻ റൈറ്ററാണ്, പാടിയിട്ടുണ്ട്, സോങ്ങുകൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ പിന്നെ ഞാനത് കറക്റ്റ് ആണോ എന്നറിയില്ല, സ്കെച്ചസും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും നമ്മളൊരു ക്രിയേറ്റിവിറ്റീനെ അതിന് പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ആശയത്തെ അതിന് ഏറ്റവും പറ്റുന്ന ഒരു സ്പേസിലേക്ക് അതിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണോ? എങ്ങനെയാണ് ഈ പല പല മേഖലകൾ ഒരുമിച്ച് ചെയ്യാനുള്ളൊരു? എനിക്ക് എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, എനിക്കറിയാവുന്ന മേഖലകളിലുള്ള ആവശ്യപ്പെടലുകൾ ഞാൻ സ്വീകരിച്ചിട്ട് അത് ഞാൻ ചെയ്തു നോക്കാറുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ സംഗീതം ഫോർ എക്സാമ്പിൾ, ഞാനൊരു സംഗീതജ്ഞനാണോ? ഒട്ടുമല്ല. എനിക്ക് നോട്ടേഷൻസ് എഴുതാൻ അറിയാമോ? അറിയില്ല. പക്ഷേ എനിക്ക് പണ്ട് മുതൽ ഈ കവിത എഴുതി അതിനെ ട്യൂൺ ചെയ്യുന്നൊരു സ്വഭാവമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനറിയാം. അപ്പോൾ ചിലർ അങ്ങനെ ഇതിൽ ചെയ്യാമോ എന്ന് ചോദിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ എമ്പുരാനിലെ ആ ഫൈനൽ സോങ്, എമ്പുരാൻ തീം സോങ്, ഐ മീൻ ലൂസിഫറിലെ തീം സോങ്, ഫൈനൽ സ്ക്രോൾസ്. അപ്പോൾ അത് രാജു എന്നോട് ചോദിച്ചു, ഇത് മുരളി എഴുതിയാലേ ശരിയാവും, എഴുതുന്നു എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാനത് എഴുതുന്നത്. അപ്പം അങ്ങനെ ആവശ്യപ്പെടുമ്പോഴാണ് ഞാൻ ശരിക്കും ചെയ്യാറുള്ളത്. പിന്നെ എൻ്റേതായ സിനിമകൾക്ക് ലിറിക്ക് എഴുതാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ കഴിവിൻ്റെ പരമാവധി ചെയ്യും. അതിപ്പോൾ പാട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, ഗായകൻ എന്ന് പറയാനേ പറ്റില്ല. ഞാൻ എനിക്കിഷ്ടമുള്ള പാട്ടുകൾ എനിക്കിഷ്ടമായ രീതിയിൽ പാടുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്കിഷ്ടമാണ്. ഇപ്പം ഈ ചാഞ്ഞു നിൽക്കണ പൂത്തമാവിൻ്റെ എന്നുള്ള ഒരു പാടിയിട്ടുള്ള പാട്ട് ഫസ്റ്റത്തെ, അത് എല്ലാ കാലത്തും
ഡിഫറെൻറ്റ് സദസ്സുകളിൽ ഇപ്പം നമ്മൾ ഗ്രൂപ്പായിട്ട് കൂടുന്ന സമയത്ത് നമുക്ക് വലിയ, അതായത് എസ്പെഷ്യലി ഭയങ്കര പാട്ടുകാരൊന്നും അല്ലാത്ത ഒരു ഗ്രൂപ്പാണ് കൂടുക. ഇപ്പം നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലൊന്നും അങ്ങനെ വലിയ പാട്ടുകാരില്ല. അപ്പം എല്ലാവരും ഒന്നിച്ച് പാടുന്ന ഒരു പാട്ടാണത്. അപ്പം അതിങ്ങനെ വളരെ സുഖമാണ്, ഒരു കൊട്ടിയിട്ടൊക്കെ ഇങ്ങനെ പാടാൻ പറ്റുന്നത്. ആ പാട്ട് അന്ന് അതിനിപ്പോഴും തുടരുന്ന ഒരു സ്വീകാര്യത ഒരു ഉള്ളിലെ ഈ ട്രെൻഡൊന്നും അല്ലാത്ത ഗായകനെ ഒരുപാട് സന്തോഷിപ്പിക്കാറുണ്ടോ? അത് ഞാൻ സെലക്ട് ചെയ്തൊരു പാട്ടാണ് അതിൽ വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയ്യപ്പൻ എന്ന് പറഞ്ഞത്. അയ്യപ്പൻ പാടിയാണ് ഇത് ഞാൻ ആദ്യം കേൾക്കുന്നത്. ഇത് റെക്കോർഡ് ചെയ്ത സമയത്താണ് ഇത് എഴുതിയ ഒരാളുണ്ട്, MD അശോക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം എന്നെ വിളിക്കുകയും ഞാനാണത് എഴുതിയെന്ന് പറയും. പിന്നെയുള്ള ക്രെഡിറ്റ്സിലൊക്കെ പുള്ളിയുടെ പേര് പറയുകയും ചെയ്തു. ഇത് ആദ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു സിനിമ ഒരു എക്സ്പ്രഷൻ ഇതിന് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് രസികനിൽ വരണമെന്നും ഇത് പാടിയിട്ട് ഞാനൊരു കാസറ്റിലാക്കി ലാൽ ജോസ് അന്ന് മദ്രാസിലാണ്. അപ്പോൾ ലാൽ ജോസ് വിദ്യാസാഗറിനെ കാണിക്കുകയും അദ്ദേഹം പറയും ഞാൻ തന്നെ പാടിയാൽ മതി, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ പോയി റെക്കോർഡ് ചെയ്യുകയായിരുന്നു. അകസ്മികമായിട്ട് സംഭവിച്ചത്. ഇപ്പോൾ എമ്പുരാനാണ് ഇനിയിപ്പോൾ എല്ലാവരും വളരെയധികം എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന, ഈ പ്രതീക്ഷയുടെ ഭാരമൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണത്. ഇപ്പം നമ്മളിപ്പോൾ അന്യഭാഷാ സിനിമകളിൽ ഇപ്പം മാസ് മൂവീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലും കൂടെ പെടുത്തുന്ന ഒരു സിനിമയായിട്ട് അതിനെ വായിക്കപ്പെടുന്നു. അപ്പം എനിക്ക് ക്രിയേറ്റേഴ്സ് അതിനങ്ങനെ തന്നെയാണോ, ആ ഓണറിൽ തന്നെയാണോ കാണുന്നതെന്ന് അറിയത്തോണ്ടാണ് ഉറപ്പ് പറയാതെ. ഇപ്പം അന്യഭാഷാ സിനിമകൾ ഒരുപാട് കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്. അത് തരുന്ന തിയേറ്ററിലുള്ള എക്സ്പീരിയൻസ്, ഇപ്പം നമ്മൾ ജവാനാണെങ്കിലും പട്ടാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ലിയോ പോലുള്ള മൂവീസ്, ജയിലർ, അത്തരം സിനിമകൾ തിയേറ്ററുകളിൽ വന്ന ആളുകൾ വളരെ ആഘോഷത്തോടെയാണ് അത് കാണുന്നത്. അപ്പം ഒരു സിനിമ കഴിഞ്ഞ് അതിൻ്റെ ഒരു തിയേറ്റർ കളക്ഷൻ എത്ര നേടി, ആഗോളതലത്തിൽ കളക്ഷൻ എത്ര നേടി എന്നൊക്കെ പറഞ്ഞ് ട്രേഡ് അനലിസ്റ്റുകളൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ട്സ് സാധാരണ പ്രേക്ഷകർ വരെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇത് മുൻപത്തെ കളക്ഷനെ ബ്രേക്ക് ചെയ്യും. അതാണ് ഒരു സൃഷ്ടിക്കപ്പെടുന്ന നരേറ്റീവ്. അപ്പം അത് എമ്പുരാൻ വരുന്ന സമയത്ത് അതിങ്ങനെ കൂടിക്കൊണ്ട് വരും, ഇങ്ങനെ ബ്രേക്ക് ചെയ്യോ, അതിൻ്റെ ഇടയിൽ ഒരുപാട് സിനിമകൾ വരും. അപ്പം അത് എപ്പോഴെങ്കിലും തലയിൽ കയറുന്നുണ്ടോ അത്തരം? ഞാൻ അങ്ങനെ ബോധർ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് കഴിയുന്നത്ര നന്നായിട്ട് അത് എഴുതുക എന്ന് മാത്രമേ നോക്കാറുള്ളൂ. അത്രേ ഉള്ളൂ. എമ്പുരാനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാം? ഷൂട്ടിംഗ് ആണ് എന്നൊക്കെയുള്ള ഒന്നും പറയാം. ഓക്കെ, നമുക്ക് റിലീസൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമൊക്കെ ഉണ്ടോ ഈ വർഷം? നെക്സ്റ്റ് ഇയർ ബിഗിനിങ് മന്ത്സിൽ 2025. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം നമ്മളോട് ഒരുപാട് കാര്യങ്ങളെ പറ്റി നിറയെ സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്. വെൽക്കം.